കോവാലോ എന്തോ എന്താ അവിടെ തേങ്ങ ചോദിച്ച എന്നെ വേണം തല്ല. അളിയോ ആ ഒരു ബുദ്ധി കിട്ടി. ആ തലേന്ന് പോണേന് മുമ്പ് ഇങ്ങോട്ട് അടുത്തിട്ട് എണ്ണ തിളച്ചു കിടക്കുക. ആരെടുത്ത് പിന്നെ പറ എന്താന്ന്. എന്റെ അളിയാ നമുക്ക് അവനെ കൊണ്ടൊന്ന് പ്രേമിപ്പിച്ചാലോ? നിന്നെ ചാവുന്നതിന് മുമ്പ് ഇത്തിരി കള്ളു കുടിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. എടാ അതിന് വന്നല്ലോ. അതിനു മുമ്പ് ഇവന്റെ കല്യാണം നടക്കണ്ടേ നമ്മൾ ചാവണേന് മുമ്പ്. അല്ലാതെ ഈ കോലം വെച്ച് പ്രേമിച്ച് കെട്ടാനാണെങ്കിൽ ഇത് എപ്പ നടക്കാനാ? എന്റെ അളിയ പ്രേമത്തിന് കണ്ണുമൂക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ബോധം പോലും ഇല്ല. അതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? ബോധമില്ലാത്തോണ്ടല്ലോ എന്റെ പെങ്ങൾ അളിയനെ പ്രേമിച്ച് കിട്ടിയത്. എടാ ഇത് അതുപോലെ അല്ല. ഇപ്പൊ പ്രേമിക്കുക എന്ന് പറഞ്ഞ വലിയ ചെലവുള്ള കാര്യമാ. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ പൈമാര് പ്രേമിച്ചാണ് കോടികൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ചെറിയ ടെക്നിക്ക് ഉണ്ടല്ലയാ. അടുത്ത അടിക്കുള്ള വകുപ്പായിരിക്കും. ഇവനും മനസ്സിലായില്ലല്ലോ. ഇതങ്ങനെയൊന്നും അല്ല. ഉദാഹരണത്തിന് നീ ആദ്യമായിട്ട് ഒരു പെണ്ണെ കാണണം. അവളെ നീ മൈൻഡേ ചെയ്യരുത്. പിന്നെ നീ അടുത്ത് ഒളിഞ്ഞു നിന്ന് അവളെ നോക്കണം. അടിമുടി. എന്നിട്ട് അവൾ അടുത്ത് ചെന്നിട്ട് പറയണം ബ്ലൗസ് മാറി കിടക്കുന്നു, ബ്രാ കാണാം. അപ്പോഴവള് ചൗക്കുറ്റിക്ക് ഒരെണ്ണം തരും. അത് സ്ത്രീകളുടെ മനഃശാസ്ത്രം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്റെ അളിയെ നമ്മൾ അങ്ങനെ പറഞ്ഞാലേ അവരോട് ആത്മാർത്ഥതയുള്ളതായിട്ട് അവർക്ക് തോന്നുള്ളൂ. നമ്മൾ അതിൽ കയറി അങ്ങ് പിടിക്കണം. പ്രേമിച്ചില്ല, അതിനു മുമ്പേ അതിൽ കയറി പിടിക്കാനുള്ള പൂതി. പോടെ, ഈ പ്രേമം മണ്ണാകട്ടെ ഒന്നും ശരിയാവില്ല മാമ. മോനെ, നിന്റെ അമ്മാവന് വിവരമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ തള്ളിക്കളയാനുള്ളതല്ല പ്രേമം. അത് മനസ്സിന്റെ ഒരു വിങ്ങലാണ്. അവിടെ കറുപ്പും വെളുപ്പും ഒന്നുമില്ല. ദൈവീകമായ ഒരു അനുഭവം മാതിരിയാണ്. അതാണ് യഥാർത്ഥ പ്രേമം. മരണത്തിന് പോലും അതിനെ തോപ്പിക്കാൻ പറ്റൂല. പെങ്ങളെ ഓർത്ത് കാണും, പാവം. നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട്. അവള് വരും. സമയമാകുമ്പോ നിന്നെ തേടി വരും. വെറുതെ വിഷമിക്കണ്ട കേട്ടാ. അളിയോ ചമ്മന്തി അരക്കണ്ടേ? ഞാൻ അരയ്ക്കാം.